ഇന്നല്ലാഹ വമലായികതഹു സ്വല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സ്വലാത്ത് 100 വട്ടം ചൊല്ലണം. കഴിയണില്ല, 1000 വട്ടം കഴിയണില്ല, അതകപ്പെട്ടു. അതാണ് അതകപ്പെടൽ. ഖുർആൻ ഓതാൻ കഴിയണില്ല, അകപ്പെട്ടു. നിസ്കരിക്കാൻ കഴിയണില്ല, അകപ്പെട്ടു. മനസ്സിലായോണ്ട് പറഞ്ഞത്. മറ്റേത് അകപ്പെടലല്ലേ എങ്ങായി. സീറ് ചെയ്തോ നഷ്ടം എനിക്കെന്ത? നിന്റെ റബ്ബ് നീതിമാനാണോ അല്ലേ? നിന്റെ റബ്ബ് നീതിമാനാണോ അല്ലേ? ഈ ലോകത്തെ എല്ലാ ചികിത്സാരിൻ്റെ അടുത്ത് നിങ്ങൾക്ക് സിഹിർ പറ്റിന് കൂട്ടുക. അപ്പൊ സിഹിർ പറ്റിയ ചില ആളുകൾ ഇവിടെ വരും. ഞങ്ങൾക്ക് സിഹിർ ബാത്തിലാക്കണം. ഒരാൾ നിങ്ങളോട് പറഞ്ഞു നിങ്ങളെ സിഹിർ ലോകാവസാനം വരെ ബാത്തിലാക്കൂല, ആവൂല, നിങ്ങൾ ഈ സിഹിർമലം ജീവൻ പോവും എന്ന് പറഞ്ഞാൽ ഈ ജീവൻ്റെ പേരാണ് പോടച്ചെലക്കാതെ എന്ന് പറയുന്നത്. പോടച്ചെലക്കാതെ. ഇന്റെ റബ്ബാര നീതിമാൻ, റഹീം, വേദനിക്കുന്നോട് കരുണവൻ. അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു. കഷ്ടപ്പെട്ടവൻ വിളിച്ചു പറഞ്ഞാൽ ഉടനെ ഉത്തരം കൊടുക്കുന്നവൻ ആരാണ്? പറഞ്ഞില്ലേ സൂറത്തു നംലല്ലേ മോനെ അത്? അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു. വിളിച്ചു പറഞ്ഞാൽ ഞാൻ കുടുങ്ങിയിട്ടുണ്ട് ഉടനെ എന്റെ ഓളന്നെ ഉത്തരം തരും. ആരാ? അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു. ജയിലിൽ അകപ്പെട്ടാലും അകപ്പെടലല്ല. വീട്ടിൽ നിന്ന് ഒഴിവാക്കി, സ്നേഹിതന്മാരെ ഒഴിവാക്കി. അവന്റെ കണ്ണ് പോയിട്ടുണ്ട്. ചോറ് കഴിക്കാൻ കൈ പൊങ്ങൂല, കൈ കൊഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇന്റെ കൂടെ ഉണ്ടോ? പറ ഇനി മേലാൽ ഞാൻ അകപ്പെട്ടു എന്ന് പറയരുത്. അല്ലെങ്കിൽ അവന്റെ കൈ. ഒരു ചായ ക്ലാസ് പൊന്തിക്കാൻ അവന് കഴിയൂല. പീടി പോയിട്ട് ചായ കുടിക്കുക. പീഡിയക്കാരൻ ചായ കുടിപ്പിക്കുന്ന രോഗിയെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവസാനേ കൊടുക്കുള്ളൂ. എന്തുകൊണ്ട്? ഭാര്യ കൊടുക്കണം. അതിനെല്ലാരും കിട്ടൂല. ഒരു പീടിയിൽ ചെന്നാൽ ചായ കിട്ടും അയാൾക്ക്. അങ്ങനത്തെ ഒരാളെ എനിക്കറിയാം ഒരാളെ. മരിച്ചല്ല എന്നറിയ 10 കൊല്ലം ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട്. അയാൾക്ക് കൈ കുഴഞ്ഞു വരാം. അയാൾ പീടി പോയി ഇരിക്കും. അപ്പം നല്ലൊരു പീഡിയക്കാരനാണ്. അപ്പം തിരക്കുള്ള സമയത്ത് അയാൾ എന്ത് ചെയ്യും? എല്ലാവർക്കും കൊടുത്തിട്ട് ലാസ്റ്റ് അയാൾക്ക് കൊടുക്കുക. കാരണം ഇയാൾക്ക് എങ്ങനെ കൊടുക്കണം? ഭാര്യ കൊടുക്കണം. മനസ്സിലായില്ല? അങ്ങനെ കുടിച്ചോളി ശല്യത്തിയതു കൈ കുഴഞ്ഞു വെച്ചിട്ടുണ്ട്. ഇയാളെ ഭാര്യ മക്കളും ഞാൻ അറിയുന്ന കാലത്ത് ഇയാളെ ഒഴിവാക്കി പോയിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരാളെ കിട്ടിയാൽ എന്താ കാര്യം? കുത്തിയാത്തിരിച്ചുലുഹു, അല്ലെങ്കിൽ അവന്റെ കാൽ. കുത്തിയാത്തിരിച്ചുലുഹു, അവന്റെ കാൽ മുറി. പറട ചങ്ങായി, ഇതൊക്കെ ഉംറ വിസക്കാർക്ക് വരെ അറിയില്ലേ ഈ അറബിയൊക്കെ. കുത്തിയാത്തിരിച്ചുലുഹു, അവന്റെ കാൽ മുറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും 10 കൊല്ലം 20 കൊല്ലമായി ഞാൻ എവിടെ കിടക്കാണ്? ബെഡ് കിടക്കാണ്. എന്നാലും രോഗം തന്നെ, നഷ്ടം തന്നെ, പരാജയം തന്നെ. അങ്ങനെയാണെങ്കിലും അവൻ ആരല്ല? പരാജിതൻ അല്ല, ഒരിക്കലല്ല. കാരണം അവന്റെ ട്രെയിനിങ് പീരീഡ് ക്ലിയറാ. മറ്റോൻ മുതലാളി ദേഷ്യത്തില. മനസ്സിലായില്ലേ? ചിന്തിക്ക് അവസാനിപ്പിക്കാണ്, നീട്ടുന്നില്ല. അകപ്പെട്ടവനല്ല. നിനക്ക് ഖുർആൻ ഓതുണ്ടെങ്കിൽ കഴിയുണ്ടെങ്കിൽ അകപ്പെട്ടവനല്ല. എൻ്റെ ഇക്കാക്ക് ദിവസം ദുബായിൽ നിന്ന് 10,000 15,000 കിട്ടും. റിയാല്, ദീനാറ്, ദിർഹം. നിനക്ക് കിട്ടൂല. നിനക്ക് ഓട്ടോറിക്ഷയിൽ 300 രൂപ എടുക്കും, കിട്ടും. ഒരു 300-350 അമ്മാൻ്റെ അടുത്ത് കൊണ്ടേ കൊടുക്കും. അമ്മ ചൂടാവും ചെയ്യും. ഈ 300 നൊട്ടയപ്പം ഞാൻ ഇനിയിപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ കാട്ടുണ്ട്. എൻ്റെ കുട്ടി മരപ്പടിമ വീണിട്ട് അണ്ണി പൊട്ടിപ്പോയാലും ഉമ്മയും ബാപ്പയും തിരിഞ്ഞു നോക്കൂല. അതൊക്കെയാണ് നന്നായിക്കോളും. എൻ്റെ കാക്ക ദുബായിൽ നിന്നും ദിവസം 10,000 ദിർഹം ഉണ്ടാക്കണം കാക്ക. ആ കാക്കാൻ്റെ മകൻ ഒന്ന് കാല് വെച്ചെത്തിയാൽ രണ്ടും ആ തന്തിയും തള്ളിയും ഓട്ടോറിക്ഷ വിളിച്ച് പായും ആശുപത്രിക്ക്. എന്തേത് നാട്ടിൽ നടക്കണുണ്ടോ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എല്ലാ ബാപ്പാർക്കും വേണ്ടി ഒരു ഫത്യൂറ ഇതുണ്ടോ അല്ലേ? ഇവിടെ വന്ന് പറയലുണ്ട്. എന്നോണെയാന്ന് എനിക്കറിയില്ല. എൻ്റെ കുട്ടികളെ വീണി അണ്ണ കുട്ടികളെ തിരിഞ്ഞു നോക്കൂല. മറ്റേ കുട്ടിയൊന്നും വീണ് ആശുപത്രിക്ക് പോകാൻ വച്ചിണ്ടായിരുന്നു. എനിക്ക് വരുമാനമില്ല, മറ്റോ വലിയ വരുമാനമാണ്. ഒരേ ബാപ്പയമ്മേ നോക്കുള്ളൂ. ബാപ്പയമ്മ കൊല്ലത്തിൽ ബാപ്പാനും ഉമ്മാനും മറ്റും ഉമ്ര കൊണ്ടു.
എനിക്ക് ഉമ്ര കൊണ്ടുപോകാൻ എങ്ങനെ ഇജ് ഉമ്രക്ക് പോയിട്ടില്ല, പിന്നെ ഉമ്മാനും പപ്പയും കൊണ്ടുപോണ്. അപ്പൊ ഈ വിചാരിക്കും ഇജ് അകപ്പെട്ടവനാണ്. ഓനാകപ്പെട്ടവൻ. ഓന്റെ മുതൽ അക്കായ മുതലല്ല. എന്റെ 300 റുപ്യ കിട്ടണമെങ്കിലും അതെന്താണ് പറയാ, അതിൽ കലർപ്പില്ല, അത് ഒറിജിനലാണ്. മഴ കഴിഞ്ഞ് പോകുമ്പോ മുതലാളി എന്റെ ഒപ്പം പോകും മൂല്യന്മാര് ഞങ്ങളോട് സംഭവം പറഞ്ഞിട്ടുണ്ട്. വേറെ സാധു ഉണ്ടായിരുന്നു, സ്വാലിയായ മനുഷ്യൻ. അപ്പൊ എന്ന് മൂല്യന്മാരെ വിളിക്കും, ഉസ്താദേ ഒരാൾ എന്റെ ഒപ്പം പോരി, ഒരു പോവില്ല, മുതലാളിന്റെ ഉൾക്കാ പോവുക. അപ്പൊ ഇവൻ പറയും, നിങ്ങൾക്ക് ഹലാല് തിന്നാളെ തൗഫീഖില്ല, നിങ്ങൾ അവിടെ പോയി തിന്നോളി, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമല്ല, നിങ്ങൾക്ക് ഹലാല് തിന്നാളെ തൗഫീഖില്ലാത്തതാണ് ഉസ്താദ്മാരെ, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞതുപോലെയാണ്. എന്റെ ഉള്ള 300 ഹലാല, മറ്റവന്റെ 15,000 ദിവസം കിട്ടിയ തിരുഹമ്മ ഹലാലല്ല. നിനക്ക് നാട്ടുകാരൊക്കെ ചീത്ത, പെണ്ണുങ്ങളെ ചീത്ത, ജകപ്പെട്ടിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട്? നിന്റെ മൗല നിന്നിൽ സന്തുഷ്ടനാണെങ്കിൽ. ആണോ അല്ലേ? പറ ആണോ അല്ലെങ്കിൽ? ആണോ അല്ലേ? ആണോ അല്ലേ? പെണ്ണുങ്ങൾ എന്നെ ഒഴിവാക്കി, എന്ത് ഏതായാലും ഒഴിവോ ഉറപ്പ്. ഓൾ ഒന്നാമത്തെ രാത്രി തന്നെ എന്നോട് പറയണത്, നിങ്ങൾ മരിക്കണ വരെ ഞങ്ങളൊപ്പം ഞാൻ ഉണ്ടാവുന്ന. ഈ വിചാരിച്ച് ഓള് നല്ലോളാണ്. സത്യത്തിൽ മരിക്കണത് വരെ എനിക്ക് ഒരാളെ ആവശ്യമില്ല. UDF ഉണ്ടാവും, LDF ഉണ്ടാവും, 3 സീറ്റ് കിട്ടിയാലോ BJP ഉണ്ടാവും. എനിക്കൊരാളെ വേണ്ടത്. എന്താണ് മേപ്പെട്ട് നോക്കിയിരിക്കണത്? പണ്ടൊക്കെ കേരളത്തിൽ 2 മുന്നണിയേ ഉള്ളൂ, ഈ 3ാമത്തെ ഞാൻ പോവുകയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പെണ്ണുങ്ങളില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്താണടാ എന്റെ വിരലിനൊരു കേടും പറ്റരുത്. ഇതാ അടയാളം മുഴുവനും കൂടി പോയിട്ടില്ല. ഇതാ ഈ വിരലിനൊന്നും പറ്റാത്ത കാലത്തോളം ഒരു കേരളീയൻ കുടുങ്ങൂല. ഓന് പെണ്ണുങ്ങൾ ഒഴിവാക്കിയാലും ആരുണ്ടാവും? പറയടാ, UDF ഉണ്ടാവും, ഇല്ലെങ്കിൽ LDF ഉണ്ടാവും, ഒന്നും അല്ലെങ്കിൽ അവസാനമുള്ളതിനെ പിടിക്കാൻ വേണ്ടി നടക്കുകയാണ് BJP. ഓലുണ്ടാവും, ആരെങ്കിലും. ഓള് പറഞ്ഞത് തന്നെ എന്താണ്? ഇക്കാക്കെ മരിക്കണ വരെയാണ്. മരിച്ചിരിക്കണ വരെയല്ലേ അവനക്ക് ആളാവശ്യം, നിനക്കാവശ്യം മരിച്ചിട്ടല്ലേ. അതിനോട് ഉണ്ടാവില്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ ഉണ്ടായിട്ടുണ്ട കാര്യം ചിന്തിക്ക്. നിന്റെ മൗല സന്തുഷ്ടനാണ് റബ്ബ്. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതെല്ലടക്കം പെണ്ണുകൾ ഒഴിവാക്കി അൽഹംദുലില്ലാ, കുട്ടികളെ ഒഴിവാക്കി അൽഹംദുലില്ലാ, ഭാര്യ ഒഴിവാക്കി അൽഹംദുലില്ലാ, ഭർത്താവ് ഒഴിവാക്കി. നീ തിരിച്ചിങ്ങോട്ട് പറയാം, ഭർത്താക്കന്മാരൊക്കെ നല്ലവരാണോ? അല്ല. നല്ല ശതമാനം പെണ്ണുങ്ങൾക്ക് കല്യാണം വരാത്തിൽ ആവശ്യമില്ലാതിരിക്കൽ ഭർത്താക്കന്മാരുടെ ക്രൂര മനസ്സാ. വലിയൊരു ശതമാനം ആണുങ്ങൾക്ക് ക്രൂര മനസ്സപ്പോൾ. അതന്നെ വലിയ പ്രശ്നം. ഒരു വലിയ കാരണം എന്താണ്? പിന്നീട് വിശദീകരിക്കാം. നീ ഓളൊഴിവാക്കി, നീ ഓനൊഴിവാക്കി, നിനക്കെന്താ? നിനക്കെന്ത് പറ്റി? നിനക്കെന്താണ്? അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ മക്കളെ യുദ്ധത്തിന് പറഞ്ഞയച്ചപ്പോൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി മരിക്കൽ മാത്രമാണ് എനിക്ക് ഉദ്ദേശം. മക്കൾ ഒറ്റൊന്ന് തിരിച്ചു വന്നില്ല. അപ്പോൾ അസ്മാവിന് സന്തോഷമായി. എന്തുകൊണ്ട്? മക്കൾ ഷഹീദായി, അള്ളാഹു കൊണ്ട് ഷഹീദല്ലേ മക്കൾ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. കൊണ്ട ഒഴിവായില്ല. നീതിമാനായ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തുമല്ലോ. റബ്ബ് നീതിമാനാണോ അല്ലേ? പിന്നെ ഇത്ര ചോദിച്ചാറാണ്. ഇതെന്തിനാ വിചാറാണ്? ചിലപ്പോൾ നഷ്ടം ഉണ്ടാവും. നിനക്ക് നഷ്ടം ഉണ്ടാവേണ്ടി വരും. നഷ്ടമാണ്. ഒരാൾ സുന്നാമക്കി കുടിച്ചു, അയാൾ വയറ്റ് നോക്കി നിന്നില്ല, നഷ്ടമാണ്. സുന്നാമക്കി കുടിച്ചു, എന്തായി? പിന്നെ വയറ്റിന്ന് പോകാതെ നിന്നല്ലേ ഞാൻ നഷ്ടം. അപ്പൊ ഉള്ളിൽ എന്തും കയറി. പക്ഷോനെ ഈ കൗമിനൊരു ബുദ്ധി കൊടുക്കണം റബ്ബേ. എടാ സുന്നാമക്കി കുടിച്ചിട്ടും വയറ്റിന്ന് പോയില്ല. അപ്പൊ വയറ്റിൽ ഇപ്പൊ എന്തും കൂടി ബാക്കിയായി? സുന്നാമക്കിയും കൂടി ബാക്കിയായി. സുന്നാമക്കി കുടിച്ചു, വയറ്റിന്ന് പോയി അവസാനം സുന്നാമക്കിയും കൂടി പുറത്ത് വന്നാൽ നീ കഞ്ഞിള കുടിക്കാം. ഇപ്പൊ എന്തായി? അവസാനം ഒരു കറുകറുത്ത കട്ടയാണ് പുറത്ത് വന്ന്. അപ്പൊ ഉറപ്പിച്ചോ ഇതെന്താണ്? ഇത് ബഹുമാനപ്പെട്ട സുന്നാമക്കിയാണ്. അത് കഴിഞ്ഞു. നീ കഞ്ഞിളം കുടിക്കാം. സുന്നാമക്കി കുടിച്ച ഒരു മനുഷ്യൻ
ഏണ്ടോ അതിന് ബാറ്റുന്നു പോകാൻ ബേജാറെന്തിനാ? മൂല്യന്മാരെ വിളിച്ചാണ്ട് യാസിനോദിക്കണം എന്തിനാ? ബാറ്റുന്നുണ്ട് എന്നതുപോലെ നിനക്ക് റബ്ബ് പൊരുത്തപ്പെടാത്ത നിന്റെ തടിയിലുണ്ടെങ്കിൽ അത് പൊയ്ക്കോട്ടെ, അതങ്ങനെ പൊയ്ക്കോട്ടെ, പോയി തീരുമാനം നിന്നോളൂ. വയറ്റിന്ന് എത്ര കാലം പോവുക? അതന്നെ, അതാണ് ആൺകുട്ടികളെ വർത്താനം. എത്ര കാലം വയറ്റ് നോക്കുക? വയറ് കാലിയാവണവരെ പോയിക്കോട്ടെ. ഇവിടെ പീടിയിട്ടു നഷ്ടം, ആയിക്കോട്ടെ, വയറിപ്പോഴും കാലിയായിട്ടില്ല. പിന്നെ അവിടെ ഒരു പീടിയിട്ടു, അതും നഷ്ടം, ആയിക്കോട്ടെ, വയറിപ്പോഴും കാലിയായിട്ടില്ല. എല്ലാ പീടിയും നഷ്ടം. അപ്പൊ എന്ത് മനസ്സിലായി? നിങ്ങൾ പീടിയടാ നടക്കണ്ടെന്ന് പെണ്ണുങ്ങൾ പറഞ്ഞു. അൽഹംദുലില്ലാ, അവൾ എന്ത് കൊസറക്കൊള്ളി പറഞ്ഞാലും ഇപ്പൊ പറഞ്ഞ കാര്യ ആയിക്കോട്ടെ, ഇനി നഷ്ടമില്ല. എന്തുകൊണ്ട്? വയറ്റിൽ പൊന്നും പോകാനില്ല. ഓളെ അവസാനത്തെ മഹറിന്റെ ചെയിന് വരെ വിറ്റിട്ടാണ് അവസാനത്തെ പീടി തുടങ്ങി, അവൻ പോയി. നീ കാക്കേ നിങ്ങൾ വല്ല പണിക്കും പോകാൻ നോക്കി, ആയിക്കോട്ടെ. അപ്പോൾ പണിക്ക് പോയി വൈകുന്നേരം ഒരു 600 റുപ്യ 700 റുപ്യ കിട്ടി, അത് മതി. 100 റുപ്യേൻ്റെ മീനും ഒരു 100 റുപ്യേൻ്റെ കൂട്ടാൻ വെക്കാനും വാങ്ങി നമുക്ക് അങ്ങനെ കഴിഞ്ഞു പോകാം. കഴിഞ്ഞു, കാരണം വയറ്റിൽ നിന്ന് പോകാനൊന്നും ഇല്ല. അൽഹംദുലില്ലാ. അതിലൊന്നും വേഗം ഒരു പീടിയ നഷ്ടം വന്നപ്പോഴത്തേന് ഞാൻ വണ്ടി വരിക, സ്ഥലേ അവിടെ നഷ്ടം, ഇവിടെ നഷ്ടം. ഇത് സുന്നമൊക്കെയാണ്. ഇതെന്താവണം? പോണടെ എങ്ങായി എന്തിനു ചോദിച്ചാലാണ്? അള്ളാഹു ആരാണ്? ആരും അനീതി ചെയ്താലും ആരനീതി ചെയ്തൂല? അല്ലാ. ഒരാളെ ചെന്ന് പറഞ്ഞു ഞങ്ങളെ സീർ ബാത്തിലാവൂല, ഇജ്ജ് കരഞ്ഞു. ഓന് പണിയൊക്കെ നിന്റെ സീർ ബാത്തിലാക്കണ്ടോൻ ആരാ? ഈ കണ്ണുനീരിന് വില ഉണ്ടോ അല്ലേ? കണ്ണുനീരിന് വില ഉണ്ടോ അല്ലേ? എന്തിനു വിചാരാണ്? എന്തിനു വിചാരാണ്? ഒരു സീർ ചെയ്ത ഒരാൾ നഷ്ടക്കാരൻ മറ്റോനാ, സീർ ചെയ്തോനാ. നിന്റെ സീർ ഒരാൾ ബാത്തിലാക്കും, അവനാരാ? അല്ലാഹ്. എങ്ങനെ പേടിക്കണം? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആരും പേടിക്കണ്ട, ആരെയല്ലാതെ. അള്ളാഹു സന്തുഷ്ടനാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അള്ളാഹു സന്തുഷ്ടനാണെങ്കിൽ നിസ്കാരം എളുപ്പമായിരിക്കും, നോമ്പ് എളുപ്പമായിരിക്കും. അള്ളാഹ് എന്ന് പറയും. ഇന്ന് നേരം വെളുത്തിട്ട് അള്ളാഹ് അവൻ്റെ ഒരു ഇസ്മെങ്കിലും 100 വട്ടം പറഞ്ഞവർക്ക് കൈപോക്കാം. 1 2 മതി, ജയിച്ചു. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു. ഏതോ അങ്ങാടി കൂടി തെണ്ടി നടക്കണ ഒരുത്തന് ഇന്നിക്കമ്മ സാഹിബിൻ്റെ മകളെ പേര് പറഞ്ഞുകൊണ്ടാണ് മണ്ണാർക്കാട്ട് അങ്ങാടി കൂടി നടക്കണമെങ്കിൽ നിക്കമ്മ സാഹിബിൻ്റെ ആളുകൾ പിടിച്ചത് അടിക്കൂല പോനെ. നിക്കമ്മ സാഹിബിനും ഒരു മകളുണ്ട്, സക്കീന. an എക്സാമ്പിൾ. ഭയങ്കര സുന്ദരിയാണ്. രാജകുമാരന്മാർ കെട്ടുമെന്ന് വിചാരിച്ച് ഖാൻ ബഹദൂർ അല്ലേ ഉദാഹരണം? ഖാൻ ബഹദൂർ അല്ലേ നിക്കമ്മ സാഹിബ്? അപ്പം നിക്കമ്മ സാഹിബിൻ്റെ മകൾ സക്കീനയുടെ പേര് ഒരാൾക്ക് പറയണമെങ്കിൽ ഞാൻ അതിന് മാത്രം വേണമല്ലോ. ഓൻ മണ്ണാർക്കാണ് അങ്ങാടി കൂടി തെണ്ടി ഇറക്കുകയാണ്. ഓൻ ഭ്രാന്തനാ. ഓൻ സക്കീനാണ് ഞാൻ പ്രേമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു വന്നാൽ ഓനെ കയറി പിടിച്ച് കെട്ടിയിടില്ലേ മനുഷ്യന്മാർ? കാരണം ആ പേര് അവൻ ഉച്ചരിക്കുന്നത് ഓൾക്കും ഇഷ്ടമല്ല, ഓളെ വാപ്പാക്കും ഇഷ്ടമല്ല, കുടുംബക്കാർക്കും ഇഷ്ടമല്ല. ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് നോക്കടാ, ഇന്നെ തന്നെ നോക്കടാ. എടാ, ഇന്ന് നേരം എടുത്തിട്ട് 100 വട്ടം രാജാതിരാജന്റെ പേര് നിനക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓന് നിന്നെ ഇഷ്ടല്ലേ? ആണോ അല്ലേ? ഇല്ലെങ്കിൽ മുണ്ടോ പൂട്ടിച്ചേട്ടില്ലേ വായി? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? എടാ, നിക്കമ്മ സാഹിബിന്റെ മകളെ വരെ തെണ്ടികൾക്ക് ആ പേരുച്ചരിച്ച് ആട്ടി കിട്ടുമെങ്കിൽ രാജാതിരാജന്റെ പേരൊരാൾ പറയണമെങ്കിൽ ഓൻ രാജന്റെ പ്രേമിയാവണ്ടേ? റബ്ബിനോര എന്താകണം? അള്ളാന്ന് 100 വട്ടം ചെല്ലാൻ വിചാരിച്ച് അള്ളാഹ് പോയി മറന്നുപോയി. അനക്ക് 100 വട്ടം ചെല്ലാൻ കഴിയൂല. അപ്പച്ചി പേടിച്ചോ, ഞാൻ മോലേർക്ക് മണ്ടിക്കോ, പേടിയ പൊട്ടിയല്ലടാ പോണ്ട്. ഞാൻ 100 വട്ടം അള്ളാഹുന്റെ അസ്മാഉ ചെല്ലാം, അസ്മാഉൽ ഹുസ്ന ചെല്ലാൻ വേണ്ടി ഒരുങ്ങി. ഇപ്പൊ കയ്യിലില്ല ഉസ്താദ്, അതിനെ പോടാ. അത് എന്തുകൊണ്ടാ അങ്ങനെ വരുന്നത്? പടച്ചോന്റെ ഇഷ്ടപ്പെട്ട ഒരു ലിസ്റ്റിൽ ഇല്ലാതെയാവുമ്പോ അവിടെയുള്ള പ്രശ്നം. നേരം പോലത്തെ 100 വട്ടം, ഉച്ചക്ക് 100 വട്ടം, വൈകുന്നേരം 100 വട്ടം. അതിനൊരു മടിയില്ല. അൽഹംദുലില്ലാ എന്ന് പറയടാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, പറയടാ. അൽഹംദുലില്ലാ ചെറിയ വാക്ക,
മിനിറ്റുകൾ കൊണ്ട് ആയിരക്കണക്കായ തവണ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ, ഇശാഇന്റെയും മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ 70,000 അല്ലാഹ് എന്ന് ഉച്ചരിക്കും. ഹാഫിളുൽ മിസ്രി തങ്ങൾ റളിയല്ലാഹു അൻഹു അവരെ മാത്രം പലവട്ടങ്ങളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇശാ മഗ്രിബിന്റെ ഇടയിൽ സുജൂദിനെ മരിച്ച് 40 കൊല്ലം ഉറങ്ങിയിട്ടില്ല ഈ മഹാൻ. ഇശാ മഗ്രിബിന്റെ 70,000 വട്ടം അല്ലാഹ് എന്ന് പറയും. അത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എങ്ങനെയാണ് അല്ലാഹു തആല എളുപ്പാക്കി കൊടുക്കുന്ന നാവിന്. കാരണം അവർക്ക് അള്ളാഹിന്റെ പേര് അങ്ങനെ എളുപ്പാക്കുക, അത് എളുപ്പാക്കുക. ഒരു ശ്വാസം കൊണ്ട് ഫാത്തിഹ ഓതും ചില ആൾ, ഒറ്റ ശ്വാസത്തിൽ ഫാത്തിഹ ഓതും. ഇന്ന് അങ്ങനത്തെ ലക്ഷക്കണക്കിന് ആൾ ലോകത്തുണ്ട്, എനിക്കറിയാം. അതൊരു ഭാഗ്യമാണ്. ഒരു ശ്വാസത്തെ കൊണ്ട് ഒരു ഫാത്തിഹ ഓതും. എന്തുകൊണ്ട്? അള്ളാഹിന്റെ കലാം അവർക്ക് അല്ലാഹു തആല എളുപ്പാക്കി കൊടുത്തു. അത് അള്ളാഹ് ഇഷ്ടമുള്ളവർക്ക് എളുപ്പാക്കി കൊടുക്കുള്ളൂ. ഇല്ലാത്ത അവിടെയാണ് പ്രശ്നം. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നിനക്കെല്ലാം എളുപ്പമാണ്. നേരം വെളുത്താൽ ചാടൽ എളുപ്പമാണ്, പൊന്തൽ എളുപ്പമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടലും മറിയലും ഒക്കെ എനിക്ക് എളുപ്പമാണ്. പക്ഷേ ഒരു 100 സ്വലാത്ത് എനിക്ക് ചെല്ലാൻ കഴിയില്ല. അവിടെ പിടിച്ചോ, അപ്പൊ അള്ളാഹിന്റെ പൊരുത്തത്തിന്റെ പുറത്തേരിക്കും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. കാരണം അള്ളാഹ് കൽപ്പിച്ചതാണ്, ഇന്നല്ലാഹ വമലായികതഹു സ്വല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സ്വലാത്ത് 100 വട്ടം ചെല്ലണം. കഴിയണില്ല. 1000 വട്ടം കഴിയണില്ല. അതകപ്പെട്ടു. അതാണ് അകപ്പെടൽ. ഖുർആൻ ഓതാൻ കഴിയണില്ല, അകപ്പെട്ടു. നിസ്കരിക്കാൻ കഴിയണില്ല, അകപ്പെട്ടു. മനസ്സിലായോണ്ട് പറഞ്ഞത്. മറ്റേത് അകപ്പെടലല്ലേ. എങ്ങായി സീറ് ചെയ്തോ നഷ്ടം നിനക്കെന്താ? നിന്റെ റബ്ബ് നീതിമാനാണോ അല്ലേ? ഈ ലോകത്തെ എല്ലാ ചികിത്സാരിൻ്റെ അടുത്ത് നിങ്ങൾക്ക് സിഹിർ പറ്റിന് കൂട്ടുക. ഇപ്പം സിഹിർ പറ്റിയ ചില ആളുകൾ ഇവിടെ വരും. ഞങ്ങൾക്ക് സിഹിർ ബാത്തിലാക്കണം. ഒരാൾ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളെ സിഹിർ ലോകാവസാനം വരെ ബാത്തിലാക്കൂല, ആവൂല, നിങ്ങൾ ഈ സിഹിർമലം ജീവൻ പോവും എന്ന് പറഞ്ഞാൽ ഈ ജീവൻ്റെയും പേരിന് പോടച്ചെലക്കാതെ എന്ന് പറയുന്നുണ്ട്. പോടച്ചെലക്കാതെ. എൻ്റെ റബ്ബാര നീതിമാൻ, റഹീം, വേദനിക്കുന്നോട് കരുണവൻ. അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു. കഷ്ടപ്പെട്ടവൻ വിളിച്ചു പറഞ്ഞാൽ ഉടനെ ഉത്തരം കൊടുക്കുന്നവൻ ആരാണ്? പറഞ്ഞില്ലേ സൂറത്തു നംലല്ലേ മോനെ അത്? അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു. വിളിച്ചു പറഞ്ഞാൽ ഞാൻ കുടുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ ഉടനെ എന്റെ ഓളല്ല ഉത്തരം തരും. ആരാ? അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു. ചികിത്സാരി പറഞ്ഞു, എന്ത് നിങ്ങളെ സീർ ഖിയാമത്ത് നാൾ വരെ പൂരൂല, പോടച്ചേൽക്കാതെ. ഓനോട് പറയേണ്ട സുന്നത്തായ വാക്കാണ് എന്ത്? പോടച്ചേൽക്കാതെ. ഓൻ വലിയ തരിയിലും അല്ലേ പച്ച ഒല്ലിയൊക്കെ ഇട്ട് തൃശ്ശൂർക്കാർ മരക്കാളിനെ കൊണ്ടിടക്കും പോലെ ഒരു 25 ഒല്ലിയൊക്കെ ഇട്ട് ഇങ്ങനെ കുത്തരുന്നാണ്. എന്നോട് പറയും, നിങ്ങളെ സീർ ഖിയാമത്ത് നാൾ വരെ തിരുല പോടച്ചേൽക്കാതെ അമുക്കെന്ന് പറഞ്ഞത് പോരാ. എന്തുകൊണ്ട്? ഒന്നോണയാണ് പറയണത്. നിന്റെ റബ്ബാര പറയടാ, നീതിമാൻ. ഏതൊരു സൃഷ്ടിയാണെങ്കിലും അവന്റെ കൈ ഏതൊരു മൂത്താവിൽ ഉണ്ടായിരിക്കും. എന്ത് പറഞ്ഞേ? എന്താ പറഞ്ഞോ? എന്താ പറഞ്ഞേ? ധൈര്യമായിട്ട് പറയടാ. ഏതൊന്നാണെങ്കിലും അതിന്റെ മൂത്താവിൽ ആരെ കൈ ഉണ്ടാവും? അല്ലാഹ്. എന്തിനാണ് പഠിക്കുന്നത്? എല്ലാവരും പറഞ്ഞു നിങ്ങളെ സീർ ബാത്തിലാവൂല. സീർ പറഞ്ഞ ശൈത്താന്റെ കളിയല്ലേ. ശൈത്താന്റെ മുർത്താവിൽ ആരെ കൈയുണ്ട്? പറേ. റബ്ബ് വിട്ടാലല്ലാതെ അനങ്ങാൻ കഴിയോ? അത് നിങ്ങളെ വിശ്വാസം ഉണ്ടോ ഇല്ലേ? ഈ ലോകത്തൊരു ഏതൊരാളെ മൂർത്താവിൽ ആരെ കൈയുണ്ട്? ഇത് വിശ്വാസം ഇല്ലെങ്കിൽ കാബ്രങ്ങായി. എന്തിനാ പേടിക്കുന്നത്? തല്ലാമണ്ണ് മുത്ത് റസൂലുള്ളാഹിനെ അർവ. ആരാണ് ഈ അർവ? ഉമ്മു ജമീൽ എന്ന അർവ ലഅനത്തുല്ലാഹി അലൈഹ. ആരുടെ ഭാര്യ? അർവ ആരുടെ ഭാര്യ? അബൂലഹബിന്റെ ഭാര്യ. വംറഅത്തുൻ ഖുർആൻ പറഞ്ഞില്ലേ? ഈ സൂറത്ത് ഇറങ്ങിയപ്പോ തല്ലാമണ്ണ് മുത്ത് റസൂലുള്ളാഹിനെ സിദ്ദീഖുൽ അക്ബർ അടുത്തുണ്ട്. നബിയെ വഷളാക്ക് ഒരു അങ്ങാടി ഓള് മനുഷ്യന്മാരെ ഇട്ടാണ്.
ഇന്നഹ ലൻ തറാനി, ഓളിനെ കാണാനല്ലാറും, ഓളിനെ കാണാനല്ലാറും. അയിന സ്വാഹിബുക്ക, സിദ്ദീഖിനെ കണ്ടു, തൊട്ടടുത്ത് ആരിയിരിക്കുന്നുണ്ട്. അയിന സ്വാഹിബുക്ക, എൻ്റെ ആളെവിടെ? തഫക്കത്ത്, അന്വേഷിച്ചോ, ഞങ്ങളിടില്ല, അന്വേഷിച്ചോക്ക്. ഞാൻ കണ്ടിട്ടില്ല എന്നല്ല, അന്വേഷിച്ചോക്ക്. ആര് പറഞ്ഞു? സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു അന്വേഷിച്ചോക്ക്. എന്നിട്ട് പോറ ചീത്തൻ പറഞ്ഞു സിദ്ദീഖുൽ അക്ബറിനെ. ആരെ കണ്ടില്ല? റസൂൽ അവിടെ ഇരിക്കുന്നുണ്ട്. ഇന്നഹലൻ തറാനി, ഓളിനെ കാണാനില്ല. കാരണം കണ്ണിന് മൂടിയും തുറവും കൊടുക്കേണ്ടവൻ്റെ അടുത്താണ്, അവൻ്റെ ഹലറത്തിലാണ് ആരുള്ളത്? മുത്തിനെ വിജയൻ പേടിക്കണം, ചിലപ്പോൾ പേടിക്കും. ഇന്നഹലൻ തറാനി, ഓളിനെ കാണാനല്ല. എന്തിനാ എന്തിനാണ് പേടിക്കണേ? അവൻ തൃപ്തിപ്പെട്ടാൽ പിന്നെ ഒരു പ്രശ്നമല്ല. അവൻ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ രാജാതിരാജനായിട്ട് എന്താ കാര്യം? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ അള്ളാഹുവിൻ്റെ പൊരുത്തമുള്ളവന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവനൊരു പ്രശ്നവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, ഒന്നുമില്ല. ഞാനും പകരം ചീത്ത പറയും. ആരെന്നറിയോ? സുൽത്താൻ ആരിഫിനെ. ആര് ചീത്ത? പെണ്ണുങ്ങൾ. ആര്? ഞാനും പകരം ചീത്ത പറയും, ദ്യാവും പകലും ചീത്ത അറിയും. ആരെ? അഹമ്മദുൽ കബീർ റിഫായി തങ്ങളെ ദ്യാവും പകലും പരിലിട്ട് ചീത്ത അറിയും. സന്ദർശകർ ബർക്കത്തെടുക്കാൻ വേണ്ടി വന്നേക്കാരും. ഈ ബർക്കത്തെടുക്കാൻ വേണ്ടി വന്നവർ ഈ ചീത്ത കേൾക്കെല്ലാവരും വായില്ല. ആരെ ചീത്ത അറിയണ്? ഭാര്യ, സ്വന്തം ഭാര്യ. ആരെ? അഹമ്മദുൽ കബീർ റിഫായിയെ. ഞാൻ വലിയ ആളെ വേറെ പേര് പറയും. സുൽത്താൻ ആരിഫിന്നല്ലേ പറയുന്നത്? സുൽത്താനുൽ ആരിഫിന്നല്ലേ ആരെ പറയുന്നത്? ഒന്ന് പറയടാ മുതലാളി. അഹമ്മദുൽ കബീറിനെ എന്താണ് ലോകം പറഞ്ഞ പേരെന്താ? സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫായിയെ പുളിച്ച ചീത്ത പറയും. ആര്? സ്വന്തം ഭാര്യ. എന്നിട്ട് എന്തേ? എന്നിട്ട് ക്ഷമിക്കൂ. എന്നിട്ട് ഒരാൾക്കൊന്നും ചൊല്ലിയിട്ടില്ല, ക്ഷമിക്കൂ. ആ ചീത്ത എങ്ങനെ കേൾക്കും? നാട്ടുകാർ പോയി മറക്കത്തെടുക്കാൻ വേണ്ടി തുരിക്കത്തെടുക്കാൻ വേണ്ടി വന്നത് മുള്ളിച്ച ചീത്ത. ഈ ജാതി കാക്കാൻ്റെ അടുത്ത് കങ്ങൾ വന്ന് ആര് പറയും? പെണ്ണുങ്ങൾ പറയും. അത്രയും മോശപ്പെട്ട വർത്താനം പറയാം. നാട്ടുകാർക്ക് ഒരു ഇഷ്ടമല്ല, നാട്ടുകാർക്ക് അറിയാം മൂപ്പത്തിയരെ. എന്നാ മൂപ്പർക്കുണ്ടോ? ഇല്ല. അതൊക്കെ പടച്ചോൻ വിധിച്ച് നടക്കന്നെ വേണം. ചിലപ്പോൾ കാല് പൊളിയലാവും, ചിലപ്പോൾ മുറി ഉണങ്ങാതിരിക്കലാവും, ചിലപ്പോൾ പെണ്ണുങ്ങൾ മോശമായതായിരിക്കും, ചിലപ്പോൾ ബാപ്പാൻ്റെ ചീത്തയിരിക്കും, ചിലപ്പോൾ പീടിയ പൊട്ടലായിരിക്കും, ചിലപ്പോൾ ചെയ്തൊക്കെ നഷ്ടമായിരിക്കും. ഇതൊക്കെ മോമിനിങ്ങൾക്ക് അള്ളാഹു തആല വിധിച്ചതാണ്. അങ്ങനെ നടക്കന്നെ വേണം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അങ്ങനെയാണ്. അപ്പം ഇതൊന്നും ചോദിച്ചാറുണ്ട. നിൻ്റെ ലിസ്റ്റിൽ അള്ളാൻ്റെ ഞാൻ എന്നോട് പറഞ്ഞു, ഇന്ന് സുബൈ നിസ്കരിച്ചിട്ട് നിങ്ങൾ 100 വട്ടെങ്കിലും അള്ളാൻ്റെ പേര് ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെ പൊരുത്തത്തിലാണ്? അള്ളാഹനക്ക് സീറുണ്ടായ എനിക്ക് എന്താണ് പ്രശ്നം? പിന്നെ നഷ്ടമൊക്കെ ഉണ്ടായിക്കോട്ടെ, എന്ത് പ്രശ്നം? എന്താണ് മനസ്സിലായ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്നും അകപ്പെടലല്ല. അകപ്പെടൽ എന്താണെന്ന് അടുത്ത ക്ലാസ് പറയും. ഇതൊന്നും അപ്പെടലല്ല. സുജിന, ജയിലിലിടപ്പെട്ടാൽ പ്രശ്നമില്ല. രൂപ നാട്ടുകാരൊക്കെ തല്ലിട്ടാലും പ്രശ്നമില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ആരും വാതിൽക്കലാട്ടാണ്. ഒരു ആലിമായ മനുഷ്യൻ പഴയ കാലത്ത് 100 നൂറ്റാണ്ടുമുള്ള ചരിത്രം ഒരാളിനോട് പറഞ്ഞതാണ്. ഒരു നാട്ടിൽ ഒരു എന്താ പറയുക, അമൂട്ടിയാക്കാൻ തന്നെ ആളുണ്ടായിരുന്നു. അയാൾക്കൊരു പണിയില്ല. അയാൾക്ക് പണി കല്യാണത്തിങ്ങൾ ചൂട്ടടി കൊടുക്കുന്നത്. പെണ്ണുങ്ങളെ പുതിയ കൊണ്ടുപോകുമ്പോൾ ചൂട്ട് കാട്ടി കൊടുക്കും. അതിന് അയാൾക്ക് ചില്ലറ എന്തോ കിട്ടും, 2 പൊരേന്നും ചോറും കിട്ടും. ആരാ അമൂട്ടിയാക്കാം? നാട്ടുകാർ മധുഫുറമ്പില്ല പോവാ. നാട്ടുകാർ മുഴുവനും തള്ളണ. ആ മഹല്ലിലെ ഖാളി ഹജ്ജിന് പോയി അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹ് എനിക്ക് പിന്തുടരാൻ പറ്റുക ഈ സമാനിൽ നീ ഏറ്റവും കൂടുതൽ ഇജാബത്തും ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ എനിക്ക് കാണിച്ചു തരണം റബ്ബേ എന്ന് പറഞ്ഞു. ഹജ്ജിന് ദ്വാർന്നു. പിന്നെ മദീനത്തു നിന്നും ദ്വാർന്നു. മദീനത്തിൽ നിന്ന് റൗള ഷരീഫിൽ നിന്ന് ദ്വാർന്നിട്ട് മദീന പള്ളിൻ്റെ ചെരുവിൽ വന്ന് കിടന്നപ്പോൾ ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? സ്വപ്നം ഇങ്ങനെയാണ്. ഇജി മദീന പള്ളിൻ്റെ മുന്നിൽ അറാക്ക് വെക്കുന്നുണ്ട്, അവിടുന്ന് കുറച്ച് അറാക്ക് വാങ്ങിക്കോ. സ്വപ്നം കാണുക. എന്നിട്ട് നാട്ടിലേക്ക് പോയിക്കോ. നാട്ടിൽ ചെന്നിട്ട് പല ആളുകളും സംസം വെള്ളവും കാരക്കയും വാങ്ങാൻ വേണ്ടി വരും. അവർക്കൊക്കെ കൊടുത്തു. ഒരാൾ വരും ആ കൂട്ടത്തിൽ. അയാൾ എന്നോട് മദീന പള്ളിൻ്റെ മുന്നിൽ നിന്ന് അറാക്ക് വാങ്ങിയിട്ടില്ലേ, അതിൻ്റെ എടുക്കുക എന്ന് പറഞ്ഞോട് ഒരാൾ വരും. അവനാണ് നിൻ്റെ നാട്ടിലും നിൻ്റെ പരിധിയിലും അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഖുത്ബാനിയത്തിൻ്റെ മക്കാം എത്തിച്ച വലിയ എന്ന് അയാൾ സ്വപ്നം കണ്ടു. ഈ ആലിമുല്ലല്ലാമയായ മോലിയർ. ഇയാൾ പറഞ്ഞതുപോലെ അറാക്ക് വെക്കുന്ന ആളെ കയ്യിൽ നിന്ന് അറാക്ക് വാങ്ങി. എന്നിട്ട് നാട്ടിലേക്ക് മടങ്ങി.
നാട്ടിലേക്ക് മടങ്ങിയിട്ട് മൂപ്പര് ആറാക്ക അങ്ങനെ വെച്ച് കാത്തുത്തരുന്നു. എല്ലാവരും സംസമ്പളും കാര്യമൊക്കെ അങ്ങനെ വന്നുപോയി. നാട്ടിലെ പ്രധാനപ്പെട്ടവരും സ്വാലിഹ്യങ്ങളും മുത്തക്കീങ്ങളും മൂല്യന്മാരും എല്ലാവരും വന്നിട്ടും ആരും എന്ത് ചോദിച്ചില്ല. അപ്പോൾ വൈകുന്നേരത്തിന് ചൂട്ടാട്ടിയായി മൂട്ടിയൊക്കെ കയറി വന്നു. പിന്നെ എനിക്ക് എൻ്റെ സംസമ്പളും കാര്യമൊക്കെയല്ല ഉണ്ട്. ഞാൻ മദീന പള്ളിൻ്റെ മുന്നിൽ ആറാക്ക് വാങ്ങിയിട്ടുണ്ടോ അതുകൊണ്ട് എടുക്കുക. കൽക്കവണു മാപ്പാക്കണം, നിങ്ങളെ ഞാനും കുറേ ആക്ഷേപിച്ചിട്ടുണ്ട് പറഞ്ഞ് മനസ്സിലായോ? ഇത് ചരിത്ര. ഇത് വളരെ സ്വാലിഹായ ചില വ്യക്തികൾ, പല വ്യക്തികൾ എന്നോട് പറഞ്ഞ ചരിത്ര. അള്ളാഹു ആരെ ഇഷ്ടപ്പെട്ടു? ഇത് മധുഫുറമ്പില്ല അബുവാബ. പക്ഷെ അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും മാൻ അയാളാ. നമുക്ക് എന്താ അറിയും? അതിനൊന്നും ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒരാളാണെങ്കിലും ജാപ്പെട്ടിട്ടില്ല. നിനക്ക് ജല്ലവായ മൗലയുടെ പൊരുത്തല്ലേ പരാജയം. പിന്നെ MLA ആയി, മന്ത്രിയായി, സൂപ്പർ മാർക്കറ്റായി, എവിടെയും കുട്ടികൾ ഇങ്ങനെ കത്തി പൊന്താണ്. അവിടെ പൊന്ത്, ഇവിടെ അവിടെ ഹൈദരാബാദിൽ സൂപ്പർ മാർക്കറ്റ്, മറ്റോടത്ത് ഭയങ്കരം. അവർക്ക് പ്രൈവറ്റ് വിമാനം, അങ്ങനെ ഇങ്ങനെ എല്ലാവരും ഭയങ്കര പരിപാടിയാണ്. എല്ലാവരും ഉഷാർ. പക്ഷേ പടച്ചോനെന്നെ ഇഷ്ടമില്ല എങ്കിൽ പരാജയപ്പെട്ടു. മറ്റേ പടച്ചോൻ എന്നെ ഇഷ്ടമുണ്ട്. പടച്ചോൻ്റെ പേര് ഉച്ചരിക്കുമ്പോൾ പടച്ചോൻ എന്നെ കയ്യിലുണ്ട്. 100 വട്ടം 200 300 ആയാലും എന്നെ തൊള്ള കടയണില്ല. അല്ലാ 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 യാ റഹ്മാൻ യാ റഹ്മാൻ യാ റഹ്മാൻ റഹീമീൻ. ഇന്നലെ രാത്രി യാ റഹ്മാൻ റഹീമീൻ 1000 വട്ടം ചൊല്ലിയവർക്ക് കൈപോക്കാം. ഉണ്ടാവും, ആളുണ്ടാവും, ഉണ്ടാകാതെ ഉണ്ടാകലുണ്ട്. യാ റഹ്മാൻ റഹീമീൻ, യാ റഹ്മാൻ റഹീമീൻ 20 മിനിറ്റ് മതി. 20 മിനിറ്റ് യാ റഹ്മാൻ റഹീമീൻ രാത്രി ചൊല്ലുക. തഹജ്ജുദ് സ്കരിച്ചിട്ട് റഹ്മത്ത് ഉറപ്പാ. യാ റഹ്മാൻ റഹീമീൻ യാ റഹ്മാൻ റഹീമീൻ യാ റഹ്മാൻ റഹീമീൻ യാ റഹ്മാൻ റഹീമീൻ. ഈ ഒരു പച്ച സ്ഥലത്തോടും പറയണ്ടടാ. ഞാൻ ആരോട് പറയാം? റബ്ബേ എന്റെ സീർവാത്തിലാക്കി കൊണ്ടു, എന്റെ എന്റെ പ്രശ്നം പരിഹരിച്ചുകൊണ്ട്. അത്രയല്ലേ ആവശ്യമുള്ളൂ. പ്രശ്നം പരിഹരിക്കേണ്ടവൻ മൂല്യരും തങ്ങളുമല്ല. ആരാണ്? അല്ലാഹ്. പേടിക്കണ്ട. അകപ്പെട്ടവരാരും അടുത്ത ക്ലാസ്സിൽ പറയാം. ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ.